ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എന്റെ പുറകെ കാണുന്ന വീട് കണ്ട ഇത്തിരി പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഇംഗ്ലണ്ടിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ്. അപ്പൊ അവരവിടെ സെറ്റിലായി. അപ്പൊ അത് കാരണം ഈ വീട് കുറഞ്ഞ വിലക്ക് കൊടുത്ത് മാറണേന്ന്. അപ്പൊ നമുക്കിനിയിപ്പോ നമ്മ കഴിഞ്ഞ ദിവസം ചെയ്തതും എല്ലാനും അത് ഇതേവിടെ ഒരു ഓസ്ട്രേലിയക്കാരുടെ വീടാണ്ട. അപ്പൊ അതും ഇതേവിടെ വില 50 സെന്റും വീടൊക്കെ ആയിരുന്നു. ഇത് അതേകൂടെ തന്നെ അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉള്ളണ്ട നല്ലൊരു വീടാണ്, നല്ല ലുക്കൊരു വീട്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം നമ്മൾ ഓൾ കേരള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ വീഡിയോ ചെയ്യും. നമ്മൾ വില കുറവുള്ള അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പിലുള്ള വീടുകളാണ് നമ്മൾ കൂടുതലും ചെയ്യണത്. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളിട്ടോ. കാരണം ഈ വീടിന്റെ വില എന്താണ്, എത്ര സെന്റ് സ്ഥലമുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര ബെഡ്റൂം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഈ കാണുന്നത് ബസ് റൂട്ടാണ്ട. ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് ഈ വീട്. കാരണം വീട്ടിൽ ഇത്തിരി പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവര് ഓൾറെഡി ഇംഗ്ലണ്ടിൽ സെറ്റിൽഡായി. അവരിനിയിപ്പോൾ ഇങ്ങോട്ട് വരൂല. അപ്പൊ അത് കാരണമാണ് ഈ വീട്. നോക്കാനൊന്നും ആരുമില്ല. അവിടെ ചപ്പും ചവറൊക്കെ വീണ കണ്ടിച്ച് എല്ലേക്ക് വീണുണ്ട്. നോക്കാനും ക്ലീൻ ചെയ്യാൻ ആരും ഇല്ലാത്ത കാരണമാണ്. നമ്മളിപ്പോ തമ്പനയിലേക്ക് കണ്ട ഫോട്ടോ ഇല്ലേ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ കയറി താമസത്തിന് എടുത്താണ്. ഈ വീടിന് വെറും 5 വർഷം മാത്രം പഴക്കമുള്ളൂ. 5 വർഷം ആയിട്ടില്ല. അത്രയും നല്ല വീടാണിത്. ഇതിനകത്ത് വെറും നിസ്സാരം മാസങ്ങളിൽ താമസമുള്ള ഈ 5 വർഷത്തിനിടക്ക്. അത്രയും നല്ലൊരു വീട്. ഫ്രണ്ടിൽ തന്നെ ബസ് റൂട്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അത്രയും വില കുറവ്. ഇത്രയും വില കുറവിൽ കാരണം ഈ വീടിന് തന്നെ എനിക്ക് തോന്നണം അത്രയും കാശ് മുടക്കേണ്ടാവുന്നു. ആ സ്ഥലവും ഇത്രയും സ്ഥലവും ഉണ്ട്. സ്ഥലമൊക്കെ ബാക്കിലോട്ട് ഇനി വേണ്ടതാ. മാവ് കാര്യങ്ങൾ തെങ്ങ് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ദയവായി നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതും ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യണതെല്ലാനും ഇതുപോലെ നാട്ടിൽ വീട് കൊണ്ടിട്ട് വിൽക്കണ NRIസിൻ്റെ വീടാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 50 സെൻറ്റും വീടിൻ്റെയും കൂടെ ഒരു വീഡിയോ നമ്മളുടെ DRK ഡ്രീം ഹോംസിൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളത് പോയി കാണണ്ട. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നല്ലൊരു വീടാണ്ടത്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇതുപോലെ തന്നെ ഒരു ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ്. അത് 1/2 ഏക്കർ സ്ഥലവും വീടും കൂടിയാണ്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ വാഴ കാര്യങ്ങളൊക്കെ നട്ടുണ്ടാവും. പഴം പഴുത്തിറക്കുന്നിട്ടുണ്ടാ പറിക്കാനും കൊല വെട്ടാനും കൂടി ആളില്ല. കാരണം ഇത്രയും നല്ല വീടാണ്. അതും ബസ് റൂട്ട് ഫ്രണ്ടേജിൽ ആ വീടാണ്. നോക്കാനൊന്നും ആരുമില്ലാണ്ട് കിടക്കണം. ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കണമെന്നാണ് ഞാൻ പറയണത്. കാർ പോർച്ച് എന്തൊക്കെ സെറ്റപ്പാണ്. ഇനി വീടിൻ്റെ അകത്തോട്ട് കയറിയല്ല, ഇനി ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. പക്കാ ഗ്രാനൈറ്റ്. കാരണം വെളിയിലുള്ള ഒരു പണിയാണ് വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ,